എല്ലാ മാന്യ സ്നേഹിതർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കൾട്ടിനെ കുറിച്ചുള്ള പഠനം നമ്മൾ കുറച്ച് ദിവസങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ്. അനേകർ വിളിച്ച് അതിന്റെ ബാക്കി പാഠങ്ങൾ പഠിപ്പിക്കുന്നില്ലല്ലോ, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരല്പ യാത്രാ തിരക്കുകളും ശുശ്രൂഷയുടെ തിരക്കുകളും ആയതുകൊണ്ടാണ് അതിനുള്ള സമയം ലഭിക്കാത്തതെങ്കിലും ഒന്ന് രണ്ട് പുസ്തകങ്ങൾ അവരുടേത് ഇതിനോടകം യാത്രകൾക്കിടയിലൊക്കെ വായിച്ചു തീർക്കുവാൻ കർത്താവ് സഹായിച്ചു. അതിനകത്തെല്ലാം അവർ പറയുന്നത് ഈ പഴയ നിയമത്തിലെ പല കാര്യങ്ങളെയും എടുത്ത് അതിനെ ഇതിന്റെ നിഴലാണെന്നും അതിന്റെ നിഴലാണെന്നും ഒക്കെ പറഞ്ഞ് ഇവരുടെ ഉപദേശം സ്ഥാപിക്കാനുള്ള മെനകേടുകൾ നടത്തുന്നു എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. അതിലെവിടെയും കൃത്യമായ ഒരു വചന വ്യാഖ്യാനം നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അവകളെക്കുറിച്ചൊരു വീഡിയോയ്ക്ക് തയ്യാറാവാത്തത്. ഇനി ചില പുസ്തകങ്ങൾ എനിക്ക് കിട്ടാനുണ്ട്. അവകൾ കൂടി ഗ്രഹിച്ചതിന് ശേഷം വെളിപ്പാടിനോട് സംബന്ധിച്ച് ചില വിഷയങ്ങൾ പഠന വിധേയമാക്കേണ്ടതുണ്ട്. രോഗശാന്തിയോടുള്ള വിഷയത്തിൽ ചില കാര്യങ്ങൾ പഠന വിഷയമാക്കേണ്ടതുണ്ട്. ബാക്കി പാസ്റ്റർ പോൾ ജീവചരിത്രമായാലും ജലസ്നാനമായാലും സമാഗമന കൂടാരമായാലും ഇതൊക്കെ ഞാൻ ഓടിച്ചു. ഇതിനകത്തൊന്നും അവർ കഴമ്പുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പ്രതിപാദിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴാണ് ഈ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം സെന്ററിൽ ഒരു ചർച്ചിൽ, ഞാൻ ചർച്ചിനെ കുറിച്ചുള്ള പേരോ അതിന്റെ ബാക്കി വിശദീകരണങ്ങളോ പറയാൻ തയ്യാറെടുക്കുന്നില്ല. കാരണം ഇത് പറയാൻ തന്നെ എനിക്ക് വിഷമമുണ്ടെങ്കിലും നിവർത്തികേട് കൊണ്ട് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തിരുവനന്തപുരം സെന്ററിന്റെ കീഴിലുള്ള ഒരു ചർച്ചിൽ അവിടുത്തെ ഷണ്ണനും വിശ്വാസി ഒരു സഹോദരിയുമായി സെമിത്തേരിയിൽ ഒരല്പസമയം അവർക്ക് ചെലവിടേണ്ടതായി വന്നു. അവരൊരു കാറിലാണ് പോയത്. ആ കാറിന്റെ പിക്ചറും ബാക്കി കാര്യങ്ങളൊക്കെ സെമിത്തേരിയുടെ അടുത്തുള്ള ഒരാള് വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തു. ഷണ്ണനും ഒരു സ്ത്രീയും കൂടി. ഞാൻ അവരുടെ ഡീറ്റെയിൽസും പറയാൻ തയ്യാറാകുന്നില്ല. കാരണം എന്തെങ്കിലും ഒരല്പം പറഞ്ഞാൽ, കാറിന്റെ കളറെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാരത് മനസ്സിലാക്കും. അത് ശരിയാവില്ല എന്നതുകൊണ്ട് ഞാൻ അവകൾ ഒളിച്ച് സംസാരിക്കുകയാണ്. ആ സഹോദരിയുടെ സ്റ്റാൻഡും എന്ന് പറഞ്ഞാൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആൾക്കാർ അത് ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഞാൻ അവകളൊന്നും സംസാരിക്കാത്തത്. അപ്പൊ ഈ ഷണ്ണനും ഈ സ്ത്രീയും കൂടി സെമിത്തേരിക്കകത്ത് സെമിത്തേരിയുടെ പുല്ല് നോക്കാൻ പോയി എന്നതാണ് പറയുന്നത്. പിറ്റേന്ന് പിന്നെ വിശ്വാസികളെ കൊണ്ട് അവിടെ വൃത്തിയാക്കുകയും ചെയ്തു. അപ്പൊ അവർക്ക് സംശയം വരാത്ത രീതിക്ക് കാര്യങ്ങൾ ക്രമീകരിച്ചു. ഏതായാലും നാട്ടിലുള്ളയാള് അതിന്റെ വീഡിയോ എടുത്ത് അയാള് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ടും ചുറ്റുപാടുമുള്ള നാട്ടുകാർ വിഷയമുണ്ടാക്കിയത് കൊണ്ടും ഇവർക്കിത് ഒരു പ്രത്യേക രീതിക്കപ്പുറം ഇവർക്ക് മറച്ചു വെക്കാൻ കഴിഞ്ഞില്ല. ഇതാകെ പ്രശ്നത്തിന് വഴിതെളിച്ചു. അങ്ങനെ ചർച്ചിനകത്ത് രണ്ട് ഗ്രൂപ്പ് ഉണ്ടായി. ഒരു ഗ്രൂപ്പ് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പും വിശുദ്ധന്മാരെ ഒന്നും പറയാൻ പാടില്ല എന്ന ഗ്രൂപ്പും, മറ്റൊരു ഗ്രൂപ്പ് നാട്ടുകാർക്ക് ഞങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റൂ എന്ന നിലയിലും ഗ്രൂപ്പ് രണ്ടായി. എന്നെ ചിന്തിപ്പിച്ചത് വിശ്വാസികളിൽ ഒരു വിഭാഗം പറയുന്നത് വിശുദ്ധന്മാർക്കെതിരെ സംസാരിക്കാൻ പാടില്ല. ഇവരെയാണ് നമ്മൾ മൊണ്ണകൾ എന്ന് പറയുന്നത്. ഇവരാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. കള്ളനെ കഞ്ഞി വെച്ചവർ എന്ന് പറയുന്നത് ഇതാണ്. കള്ളനെ കണ്ടാൽ അവരോട് അനുകൂലപ്പെടുന്നു എന്ന് ബൈബിൾ പറയുന്നത് ഇതാണ്. അപ്പോൾ ഒന്നുകിൽ ഇവർ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കുന്നു, അല്ലെങ്കിൽ വ്യഭിചാരിണികളോട് പങ്കുകൂടുന്നു എന്ന വാക്യമാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഞാൻ ഈ പറയുന്ന വാക്യം 50-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ്. ദുഷ്ടനെ കുറിച്ച് പറയുമ്പോൾ പറയുന്ന വാക്യങ്ങളാണ്. അപ്പോൾ ഒന്ന്, അവൻ ചെയ്യുന്ന പാപത്തെ മറച്ചു വെക്കുന്നത്, അല്ലെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്നത് കള്ളനെ കഞ്ഞി വെക്കുന്നതാണ്, അല്ലെങ്കിൽ വ്യഭിചാരികളോട് പങ്കുകൂടുന്നതാണ്. ഇത് രണ്ടായാലും തെറ്റാണ്. സഭയുടെ ശുശ്രൂഷകനായി വരുന്നയാൾക്ക് അത്യാവശ്യം യോഗ്യത ഉണ്ടായേ പറ്റൂ. അതിലൊന്നും നമ്മൾ മൂടി വെക്കാൻ നിന്നിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ഇവരുടെ ഒരു തെറ്റിദ്ധാരണ, ഇവരെ നടത്തുന്ന ഉപദേശി വിശുദ്ധനാണെന്നാണ്. അതവരെ പറഞ്ഞ് പഠിപ്പിച്ച് വച്ചിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണ്. വിവാഹം കഴിക്കാതിരിക്കുന്നത് വിശുദ്ധിയാണെന്ന് ഇവരെ പറഞ്ഞ് കബളിപ്പിച്ചിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കതൊന്നും പറയാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു മാനസിക ബോധവും ഈ പാവങ്ങൾക്കില്ല. അത് അവരുടെ പുസ്തകങ്ങൾ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. കാരണം ഒന്നിനും ഇണവാക്യമൊക്കെ അവരെടുത്ത് പിടിപ്പിക്കുന്നത് കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും. ഒരു ബോധവും ഇല്ലാത്ത വ്യാഖ്യാനങ്ങളാണ്. അങ്ങനെ വ്യാഖ്യാനിച്ച് പെറുക്കി ഇവർ ചെയ്യുന്നത് ഭയങ്കര പ്രതിഷ്ഠയാണെന്നും പറഞ്ഞാണ് യവന്മാരെ, വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കുന്ന പോലെയാണ് യവന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇത് ജനത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അപകടകരമായ കാര്യം. അപ്പൊ ചർച്ചിൽ ഒരു ഗ്രൂപ്പ് പറയുന്നത് നോഖ വസ്ത്രം മാറിക്കിടന്നത്
മകൻ ഹാം കണ്ടുകൊണ്ട് വന്നിട്ട് അയാൾ പുറത്ത് പറഞ്ഞത് കൊണ്ട് അയാളെ പിന്നീട് നോഹ ശപിച്ചു. ആ ശാപം അയാൾക്കുണ്ടായി. അതുകൊണ്ട് തലമുറകൾക്ക് ശാപമുണ്ടാകും എന്ന് വെച്ചിട്ടാണ് ഈ വേട്ടാവാളിയന്മാര് ഇതിനെ ഒളിച്ചു വെക്കുന്നത്. അപ്പൊ ശരിക്കും ഇതുപോലെ ഇടയ്ക്ക് I2I ഒരു ന്യൂസ് പുറത്തുവിട്ടുന്നത് നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ഉപദേശി ഒരു വീട്ടിൽ രാത്രി പോകുന്നതും ഒരാളിന്റെ ഭാര്യയെ പീഡിപ്പിക്കുന്നതും അയാള് തന്നെ റെക്കോർഡ് ചെയ്ത് I2I കൊടുക്കും. അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അതിന് അവസരം ഒരുക്കി എന്നും അയാൾ ഇങ്ങോട്ട് തള്ളിക്കയറി വന്നു എന്നൊക്കെ പറഞ്ഞ് ചർച്ചകൾ അതിനകത്ത് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. പിണറായിയുടെ ഭാഷയിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം എന്നാണ് പറയുന്നത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതിനകത്ത് ശരിക്കും ഇത്തരത്തിലുള്ള സംഭവം നടക്കുന്നുണ്ട്. അത് ഞാൻ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ഷണ്ണനാക്കി എടുക്കുന്നെങ്കിൽ അതിനെ വരി ഉറക്കണം നിങ്ങൾ. പിന്നീട് ഈ ഒരു പ്രയാസം വരത്തില്ല. ഇല്ലെങ്കിൽ നിശ്ചയമായും അവർ മനുഷ്യരാണ്. രണ്ട്, അവരുടെ ശരീരത്തിൽ ദൈവം തന്നെ എല്ലാവരുടെയും ശരീരത്തിൽ ഈ സിസ്റ്റം വെച്ചിട്ടുണ്ട്. ലൈംഗിക തൃഷ്ണ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പോൾ അതിനെ മൂടിക്കെട്ടി വെച്ചിരുന്നാൽ അതിനൊരു സൗകര്യത്തിന് വേണ്ടി അവർ ശ്രമിക്കും എന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതിന് സൗകര്യം അവർ ഏത് രീതിയിൽ എടുക്കും എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവിടെ നടന്നിരിക്കുന്ന സംഭവത്തിൽ ഈ സ്ത്രീയുടെ പുറകെ നടന്നതിൽ തെറ്റുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. കാരണം അവരും അത്തരത്തിലൊരു സാഹചര്യത്തിലുള്ളവരാണ്. അതുകൊണ്ട് അവരെ രണ്ടുപേരുടെയും പഴയ അപ്പച്ചന്മാര് പറയുന്ന പോലെ പശുവിന്റെ കടിയും മാറും കാക്കയുടെ വിശപ്പും മാറും എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് രണ്ടുപേർക്കും പ്രയാസമില്ലാത്ത കേസാണ്. പക്ഷേ വിവാഹം കഴിക്കാത്ത പെൺകുട്ടികളെയൊക്കെ ഇവന്മാര് കുടുക്കിൽപ്പെടുത്തുന്നുണ്ട്. അത് പ്രശ്നമാണ്. ഓരോ കുടുംബങ്ങളിൽ ഓരോരുത്തർ മാന്യമായി വളർത്തിക്കൊണ്ടുവരുന്ന പെൺകുട്ടികളെ ഇവർ കൈക്കലാക്കുന്നത് മാന്യമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇനി ഇവരുടെ കൂടെയുള്ള ഷണ്ണിമാരെ അവർ കൊണ്ടുപോകുന്നതിന് നമുക്ക് തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം അവർ ഒരേ റേഞ്ചിലുള്ളവരാണ്. നമുക്ക് അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല. അവർ ഒരുമിച്ച് പോയിട്ട് നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നതിന് തെറ്റൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ വിശ്വാസിയെ, മര്യാദയ്ക്ക് ജീവിക്കുന്ന പെൺകുട്ടികളെ അവർ തകർക്കാൻ ശ്രമിക്കുന്നു എങ്കിൽ അത് ഗണ്യമായ നിലയിലൊരു പ്രശ്നം തന്നെയാണ്. അല്ലാത്തതിനെ കണ്ണടയ്ക്കാം എന്നല്ല പറയുന്നത്. എല്ലാം കൂടി നരകത്തിൽ പോട്ടെ എന്ന് വെക്കുക, അല്ലാതെ വേറൊന്നും പറയാനില്ല. പിന്നെ ഈ കൾട്ട് ഗ്രൂപ്പ് മൊത്തം നരകത്തിൽ പോകുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യവുമില്ല എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട വിഷയം. എനിക്ക് ഈ കേസ് ഒരുപാട് പേര് വിളിച്ചു പറയുന്നുണ്ട്. പലരും അതിന്റെ തെളിവുകൾ അടക്കം എന്റെ തന്നിട്ടുണ്ട്. ഞാൻ അതൊന്നും സംസാരിക്കാത്തതിന് കാരണം അതെന്റെ ചാനലിന്റെ തന്നെ നിലവാരം നഷ്ടപ്പെടുത്തും എന്നുള്ളത് കൊണ്ടാണ്. കാരണം ഇങ്ങനെ വ്യക്തിപരമായ വിഷയങ്ങൾ സംസാരിക്കാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഈ ഒരു കേസ് ഞാൻ എടുത്ത് സംസാരിച്ചതിന് കാരണം ഇതിന് അവരെടുത്ത ആക്ഷൻ എന്നെ ചിരിപ്പിച്ചു. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ വിഷയം നടന്നത്. അപ്പൊ ചർച്ചിൽ ഗ്രൂപ്പ് രണ്ടായി. ഒരു വിഭാഗം പറഞ്ഞു നോഹ അപ്പച്ചനെ മകൻ അയാളുടെ നഗ്നത പുറത്തു പറഞ്ഞത് കൊണ്ട് അയാളെ അപ്പച്ചൻ ശപിച്ചു കളഞ്ഞു. ആ ശാപം നിങ്ങൾക്കും തലമുറകൾക്കും ഉണ്ടാകാതിരിക്കാൻ മാറിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ വിഷയമുണ്ടായി. പക്ഷെ നാട്ടുകാർക്ക് ഈ നോഹയും അറിയില്ല, ഹാമിനെയും അറിയില്ല, ഇതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് ഉടായ്പ നടക്കുകയല്ല, നാട്ടുകാരെ പ്രശ്നമാക്കി. ഇയാളിനി പുറത്തിറങ്ങിയാൽ നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്ന വിഷയത്തിലേക്കൊക്കെ ഇത് മോശം നിലവാരത്തിലേക്ക് പോകുമ്പോൾ വിശ്വാസികൾ സെന്ററിൽ കാര്യം അറിയിച്ചു. അങ്ങനെ സെന്ററിൽ നിന്ന് കഴിഞ്ഞ ദിവസം ആരാധനയ്ക്ക് ഷണ്ണാധിപൻ വന്നു. മെയിൻ ഷണ്ണാധിപൻ വരാറില്ല, അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. മെയിൻ ഷണ്ണാധിപന് മൂപ്പര് റോളിലൊന്നും പോകത്തില്ല. അതുകൊണ്ട് അസോസിയേറ്റ് ഷണ്ണാധിപനെ അവര് ഈ ചർച്ചിൽ ആരാധനയ്ക്ക് വേണ്ടി പറഞ്ഞു വിട്ടു. അങ്ങനെ മൂപ്പര് ഇവിടെ വന്ന് ആരാധന നടത്തിയ ശേഷം ഒരു പ്രാർത്ഥന മാത്രം അവിടുത്തെ സ്ഥലം ഷണ്ണന് ഇപ്പൊ ഇനി ഷണ്ണന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സെമിത്തേരിയിൽ അയാളുടെ ഷണ്ണത്വം അയാൾ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റെവിടെ പലയിടത്തും പലപ്പോഴും ഉപേക്ഷിച്ചിട്ടായിരിക്കാം ഇവിടെ അദ്ദേഹം വന്നത്, നമുക്കതൊന്നും അറിയത്തില്ല. ഏതായാലും ഇപ്പൊ അയാൾ ഷണ്ണനല്ല, ഇപ്പൊ നമുക്ക് അണ്ണൻ എന്ന് അയാളെ വിളിക്കാം. അങ്ങനെ അണ്ണൻ ഒരു പ്രാർത്ഥന മാത്രം കൊടുത്തിട്ട് അണ്ണനെ അവിടെ നിന്ന് സ്ഥലം മാറ്റം അടിച്ചു. കാരണം ഇനി അവിടെ ഇരുത്തിയ പ്രശ്നമാണ്, അതുകൊണ്ട് ഇവിടെ നിന്ന് സ്ഥലം മാറ്റം അടിച്ചു. അതാണ് അയാൾക്കുള്ള ഡിസിപ്ലിനറി ആക്ഷൻ. അവിടെ നിന്ന് സ്ഥലം മാറ്റി നേരെ മറ്റൊരു ചർച്ചയിൽ കൊണ്ടുപോയി. ചർച്ചിന്റെ പേര് ഞാൻ പറയുന്നില്ല. പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, അത് ഒരു വല്ലാത്ത പ്രതിസന്ധിക്ക് കാരണമാകും എന്നതുകൊണ്ടാണ് ഞാൻ പേരുകളും സ്ഥലവും ഒക്കെ പറയുന്നത്. എല്ലാ ഡീറ്റെയിൽസും എൻ്റെ ഉണ്ട്. അവകളൊക്കെ ഞാൻ ഒഴിവാക്കുന്നത് എനിക്കത് പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ചില ചർച്ചകളിൽ നിന്ന് ഉപദേശിമാര് മാറി ദൂരെ പോയതിനു ശേഷം പിന്നീടും പഴയ ചർച്ചിലെ സഹോദരിമാരെ വിളിച്ച് സുഖാന്വേഷണം അറിയിക്കുകയും അന്വേഷിക്കുകയും
മറ്റു തര കുൽസുത പ്രവർത്തികൾ നടത്തുന്നതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം അവരെ ഒരു കൽപ്പുപദേശത്തിന്റെ കീഴിൽ വെറുതെ കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരിത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഞാനിട്ട വീഡിയോസ് ഒക്കെ ഈ ഷണ്ണന്മാര് കണ്ടാൽ യവന്മാര് മുണ്ടും കുപ്പായൊക്കെ വരച്ച് ഊരെ കളഞ്ഞിട്ട് അവന്മാരെ പണിക്ക് പോകും. പോയി വിവാഹം കഴിച്ച് മാന്യമായി ജീവിക്കാൻ നോക്കും. 2-3 പുസ്തകങ്ങളിലായി പുതിയ നിയമ ശുശ്രൂഷയെന്നും സമാഗമന കൂടാരമെന്നും ഒക്കെ പറഞ്ഞ് പല പുസ്തകങ്ങൾ ഇറക്കിയിട്ട് അതിനകത്ത് കൂടി ഇവർ ഏതാണ്ട് ശ്രേഷ്ഠ പണിയാണ് ഇവർ ചെയ്യുന്നതെന്നും ഇത് ഭയങ്കര പൗരോഹിത്യമാണെന്നൊക്കെ പറഞ്ഞ് ഈ ജനത്തെ കളിപ്പിച്ചാണ് ഈ പണിക്ക് ഇറക്കുന്നത്. വിശ്വാസിയും അങ്ങനെ തന്നെ സുബോധമില്ലാതെയാണ് ഇതിനകത്ത് നിൽക്കുന്നത്. തെക്കും വടക്കും അവർക്ക് അറിയത്തില്ല. അങ്ങനെ ഇവർ ഇതിനകത്ത് എന്താ പറയാ കുടുങ്ങിപ്പോയതാണ്. ഇപ്പൊ ഇവർക്കിത് കളഞ്ഞേച്ചു പോകാനുള്ള മാനസിക ധൈര്യം പോലും പലർക്കും ഇല്ല. വിശ്വാസികളും ഷണ്ണന്മാരായി പോയി. ആത്മീക ഷണ്ണത്വം വന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. കാരണം ജനത്തിന് ധൈര്യമില്ല. അവരുടെ വിചാരം ഇത് നോഹയ്ക്കെതിരായി സംസാരിക്കുന്ന ഒരു കോപ്പുമില്ല. ഇതൊക്കെ ചുമ്മാ പറയുന്നതാണ്. വഷളനെ നിന്ദ്യനായി എണ്ണണമെന്ന് വചനം പറയുമ്പോൾ വഷളത്വം കാണിച്ചവന് വീശിക്കൊടുക്കത്തക്ക ഷണ്ണത്വം വിശ്വാസിക്ക് എവിടെ നിന്ന് വന്നു? ഇത്ര അടിമത്വം നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു? നിങ്ങൾ എങ്ങനെ വരിയുടയ്ക്കപ്പെട്ടു? അപ്പൊ ഇത്രയ്ക്ക് അനീതിക്കെതിരെ ശബ്ദമുയർത്താനുള്ള കെൽപ്പ് പോലും ഇല്ല നിങ്ങൾ ഇരിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ചത്, ഇവിടെ ശുശ്രൂഷിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇയാളെ ഇവിടത്തെ പൊക്കി അടുത്ത ചർച്ചിലോട്ട് വിട്ടിരിക്കുകയാണ്. അവിടെ ഇയാൾ എന്ത് ചെയ്യുന്നതായി പറയുന്നത്? ഈ സെയിം ആക്ഷൻ തന്നെ ചെയ്യും. ഞാൻ പണ്ട് താമസിച്ചു കൊണ്ടിരുന്ന വീടിന്റെ അടുത്ത് ഇതുപോലൊരു ഉപദേശി വൈകുന്നേരങ്ങളിൽ വാഹനത്തിൽ പാഞ്ഞു പോകുന്നത് കണ്ട് എന്റെ 2 സുഹൃത്തുക്കൾ അയാളുടെ പുറകെ പോയി കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിയിട്ട് എന്റെ അടുത്ത് വന്ന് പറഞ്ഞു. എന്നെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പോയി. ഞാനും പോയി കാര്യങ്ങൾ കണ്ടു, കാര്യങ്ങൾ മനസ്സിലാക്കി. അപ്പൊ ആ സഹോദരന്മാര് ഇതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ശ്രമിച്ചു. ഞാൻ പറഞ്ഞ നാട്ടിലെ ഒരു വിഷയമാക്കണ്ട. പിന്നെ ഞാൻ തന്നെ വീട്ടിൽ മദർ വന്നപ്പോ മദറിനോട് ഞാൻ പറഞ്ഞു, മദർ എങ്ങനെയാണ് സംഭവം? മദർ പണ്ട് ഞങ്ങളൊക്കെ എടുത്തുകൊണ്ട് നടന്നിട്ടുള്ള ഇത്തിരി പ്രായമുള്ള മദറാണ്. അപ്പൊ മദറിനോട് ഞാൻ കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചു. ഇന്നതാണ് സംഭവം. മദറും ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. ഞാൻ പിന്നെ അതൊന്നും പുറത്തു വിട്ടിട്ടില്ല. അന്നും വിട്ടിട്ടില്ല, ഇന്നും വിട്ടിട്ടില്ല, നാളെ വിടാൻ ഞാൻ താല്പര്യപ്പെടുന്നുമില്ല. ഏതായാലും ഭാഗ്യത്തിന് അയാൾ അവിടെ വെച്ച് എന്നെ മരിച്ചു. അങ്ങനെ ഇതിനകത്ത് വല്ലാത്ത പരുവക്കേടുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷകരോടായി പറയാനുള്ളത്, നിങ്ങൾ വചനപ്രകാരമുള്ള ശുശ്രൂഷയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വചനം പറഞ്ഞിരിക്കുന്ന പ്രകാരം വിവാഹം കഴിച്ച് ശുശ്രൂഷിക്കണം. അഴലുന്നതിനേക്കാൾ വിവാഹം കഴിക്കുന്നത് നല്ലതെന്ന് പൗലോസ് പറയുമ്പോൾ, അഴലൽ മൂത്തിട്ട് ഇങ്ങനെ കിടന്ന് പരവേശം പിടിച്ച് ഓടുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ വിവാഹം കഴിച്ച് നിങ്ങളുടെ അഴലലൊക്കെ മാറ്റി നിങ്ങളുടെ എവരുടെ ജീവിതം സന്തോഷപൂർണമാക്കി നല്ല കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് കുഞ്ഞുങ്ങളുടെ സന്തോഷമൊക്കെ ആസ്വദിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ വളർത്തി നല്ലൊരു കുടുംബത്തിലൊരു പിതാവായിട്ട് വേണം ഒരു ശുശ്രൂഷകനാകാൻ. അപ്പോൾ ഇവിടെ പൗലോസ് വളരെ ഭംഗിയായിട്ട് തിമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ പറയുന്നുണ്ട്, ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നു എങ്കിൽ നല്ല വേല ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഇതുപോലെ സെമിത്തേരിയിലൊക്കെ കറങ്ങി നടക്കുന്നവനെ അവിടെ നിന്ന് ഇപ്പൊ സെമിത്തേരി പോലും ഒരു സ്ത്രീയെ കൊണ്ടുപോകണമെങ്കിൽ അയാൾ ലഗ്യൂൻ ബാധിച്ചതാണോ എനിക്കറിയില്ല. അയാൾ വെപ്രാളം പിടിച്ച് ഓടുകയാണ്. അയാളെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അയാൾക്കൊരു കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. അതാണ് ഇവിടുത്തെ സെന്റർ അപ്പച്ചൻ ചെയ്യേണ്ട കാര്യം. അല്ലാതെ അയാളെ ഇവിടെ നിന്നെടുത്ത് മറ്റൊരു ചർച്ചയ്ക്ക് കൊണ്ടാക്കിയെന്നും പറഞ്ഞൊന്നും കാര്യം മാറത്തില്ല. അയാളെ കല്യാണം കഴിപ്പിക്കണം. ഇവിടെ പറയണ്ട നിരപവാദ്യനാവണം. ഇപ്പൊ കണ്ട അയാൾ അപവാദത്തിലേക്ക് പോവേണ്ടി വരികയാണ്. ഏക ഭാര്യയുടെ ഭർത്താവും കണ്ടോ. അപ്പൊ ഏക ഭാര്യയുടെ ഭർത്താവാണ് ശുശ്രൂഷകനായിരിക്കാൻ. ഇത് പാസ്റ്റർ ആൽവിൻ പറഞ്ഞതനുസരിച്ച് എല്ലാം കൂടെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് നടക്കുന്നത് ബോധമുള്ള കാര്യമല്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം. പിന്നെ പറയാം, നിർമ്മതൻ, ജിതേന്ദ്രിയൻ, സുശീലൻ, അതിഥിപ്രിയൻ, ഉപദേശിപ്പാൻ സമർത്ഥൻ, മദ്യപ്രിയനാകരുത്, തല്ലുകാരനാകരുത്, ശാന്തനാകണം, കലഹിക്കാത്തവനാകണം, ദ്രവ്യാഗ്രഹമില്ലാത്തവനാകണം, സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. പാസ്റ്റർ പോളിന്റെ ജീവചരിത്രം വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മകൻ സൗഖ്യമില്ലാതെ കിടക്കുന്നത് കണ്ട് അവിടേക്ക് അയാള് നടക്കാൻ മേലെങ്കിൽ പോലും റിസ്ക് എടുത്ത് ചെന്ന് മകനെ കാണുന്നതും അയാളെ ചുംബിക്കുന്നതും ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. നല്ല കാര്യമാണ്. കുഞ്ഞ് മരിക്കുമ്പോഴും അയാൾ സൂക്ഷിച്ചിരുന്നു എന്നുള്ളത് പ്രത്യേകതയുള്ളതാണ്.
കുഞ്ഞുങ്ങളെ കാണാൻ അദ്ദേഹം വ്യഗ്രത കാണിച്ചിരുന്നു എന്നതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് വലിയ കാര്യമാണ്. അപ്പോൾ സ്വന്തം കുഞ്ഞിനെ കാണാൻ ആഗ്രഹം കാണിക്കുന്നതും ആ കുഞ്ഞ് സുഖമില്ലാതെ കിടന്നപ്പോൾ കുഞ്ഞിനോടുകൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ അയാൾ കാണിക്കുന്ന ആ വ്യഗ്രതയും ഒക്കെ ഒരു നല്ല ശുശ്രൂഷകനായിരുന്നു എന്നതിന്റെ തെളിവാണ്. അപ്പോൾ സംഘടനയുടെ സ്ഥാപകൻ തന്നെ 5-ലധികം മക്കളുടെ അപ്പനായിരുന്നു എന്ന് നമ്മൾ അറിയണം. പിന്നെ എന്താണ് നിങ്ങൾക്ക് പറ്റിയത്? ഈ വിവരക്കേട് നിങ്ങൾക്ക് ആരാണ് പറഞ്ഞു തന്നത്? എന്തിനാണ് ഈ പാവങ്ങളെ ഈ വൈകിയ വേളയിലൊക്കെ ഇങ്ങനെ സഹോദരിമാരെയും വിളിച്ചിറക്കി ഇങ്ങനെ സെമിത്തേരിയിലൊക്കെ കയറി ഇറങ്ങി നടന്ന് ഇവർ കഷ്ടപ്പെടേണ്ട കാര്യമുണ്ടോ? നല്ലൊരു വിശുദ്ധമായ കുടുംബജീവിതം, വിവാഹം എല്ലാവർക്കും മാന്യം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഇവന്മാരെ ഈട്ട് ഓടിക്കുന്നത്? അടുത്ത് പറയുക, സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ ഭരിക്കും? അടുത്ത് പറയാം, നിമ്മയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിപ്പാൻ പുറമേ ഉള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനായിരിക്കണം. ഇതൊക്കെ നല്ല സാക്ഷ്യമാണ് നാട്ടില്. അടുത്ത 8-ാം വാക്യത്തിൽ പറയാ, ഔവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളുമാകരുത്. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. കേട്ടോ, ഈ ഷണ്ണന്മാരെ ആദ്യം പരീക്ഷിക്കണമെന്ന് പറയാണ്. കാത്തലിക്സ് ഒക്കെ 12-13 കൊല്ലം അവരെ ശരിക്കും പഠിപ്പിച്ച് പ്രാക്ടീസ് ചെയ്തൊക്കെ ചെയ്തിട്ട് അവരിറക്കുന്നത്. എന്നാൽ പോലും പല കന്യാസ്ത്രീമാരും കിണറിനകത്തൊക്കെ പൊങ്ങുകയാണ്. അപ്പൊ ഇതിൽ എത്ര പ്രാക്ടീസ് ചെയ്തെന്ന് പറഞ്ഞാലും വിവാഹം എല്ലാവർക്കും മാന്യമെന്ന് വചനം സംസാരിക്കുമ്പോൾ അവരെ വിവാഹം കഴിപ്പിക്കണം. പക്ഷെ അവരെ ശുശ്രൂഷകനായിട്ട് എടുക്കണമെങ്കിൽ അവരെ പരീക്ഷിക്കണം. അനന്യരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. കണ്ടോ, അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിനും വിശ്വസ്തന്മാരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. വളരെ കൃത്യമായിട്ടല്ലേ സംസാരം. 4-ാം അധ്യായത്തിൽ വരുമ്പോൾ പറയാ, എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും. കണ്ടോ, അപ്പൊ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ച് വിവാഹം വിലക്കുന്ന പാസ്റ്റർ ആൽവിന്റെ ഉഡായിപ്പ് തന്ത്രങ്ങൾ പിൽക്കാലത്തുണ്ടാകുമെന്ന് വിശുദ്ധ പൗലോസ് എഴുതി വച്ചിട്ടും ഇത് തിരിച്ചറിയാൻ തലച്ചോറില്ലാതെ അല്ലെങ്കിൽ സ്വയമായി ഷണ്ണത്വം സ്വീകരിച്ച് അല്ലെങ്കിൽ വരിയുടയ്ക്കപ്പെട്ട് ഈ വിശ്വാസി സമൂഹം അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് കളവായി പറയുന്ന ഇവന്മാരെ ചുമക്കുന്നത് സമ്മതിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. ജനത്തെ നമിക്കുകയല്ലാതെ വേറെ നിവർത്തിയില്ല. നിങ്ങൾക്ക് നല്ല പേര് ഐറ്റുവൈക്കാരൻ പറയുന്നത് തന്നെയാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ആദ്യകാലങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ഭാഗം ഇംഗ്ലണ്ടിലെ അസൂസ സ്ട്രീറ്റിൽ ഉണ്ടായ പരിശുദ്ധാത്മാവിന്റെ വ്യാപനം സായിപ്പന്മാര് ശിരസായെടുത്തുകൊണ്ട് ലോകത്തിലെമ്പാടും വ്യാപിക്കുമ്പോൾ കേരളത്തിലും സിലോണിലുമൊക്കെ പരിശുദ്ധാത്മാവിന്റെ വ്യാപനമുണ്ടായി. പലയിടങ്ങളിലായി രക്ഷിക്കപ്പെട്ട് മുമ്പിലേക്ക് ഇറങ്ങി വന്ന ആൾക്കാർ ചേർന്ന് പല കൂട്ടായ്മകളും ഉണ്ടായി. അങ്ങനെയാണ് സിലോണിൽ വെച്ച് പാസ്റ്റർ പോൾ രക്ഷിക്കപ്പെടുന്നത്. അയാൾ ആംഗ്ലിക്കൻ ചർച്ചിലെ പാസ്റ്റർ ആയിരുന്നു. കേരളത്തിൽ കെ എബ്രഹാം രക്ഷിക്കപ്പെടുന്നു. മറ്റു പലരും രക്ഷിക്കപ്പെടുന്നു. കുക്കു സായിപ്പൊക്കെ കേരളത്തിലേക്ക് വരുന്നു. പിൽക്കാലത്ത് ഇവർ സായിപ്പിനെയൊക്കെ ഇവിടെ നിന്ന് ഓടിച്ചു. ഞങ്ങൾ തന്നെ ഇവിടെ ഭരിച്ചോളാം, നിങ്ങൾ പൊക്കോളൂ എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ച് ഇച്ചിരി പൈസയും കൈക്കലാക്കി കഴിഞ്ഞപ്പോൾ ഇവർ പതിയെ സായിപ്പിനെ പറഞ്ഞു വിട്ടു. ആംഗ്ലിക്കൻ ചർച്ചിന്റെ ഉപദേശിയായിരുന്നിട്ട് പിൽക്കാലത്ത് പെന്തക്കോസ്ത അനുഭവം നേടിയ പാസ്റ്റർ പോളിനെ കൊണ്ടുവന്ന് പാസ്റ്റർ കെ എബ്രഹാം അടക്കം തലയിൽ കൈവയ്പ് നേടി. അങ്ങനെയാണെങ്കിൽ അവർക്കൊക്കെ കിട്ടിയത് ആംഗ്ലിക്കൻ ചർച്ചിന്റെതാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. പിൽക്കാലത്ത് വന്ന പാസ്റ്റർ ആൽവിൻ അവരുടെ പ്രസ്ഥാനത്തെ സിലോൺ പെന്തക്കോസ്റ്റ് മിഷനെ വിവാഹം കഴിക്കാൻ പാടില്ലെന്നും എല്ലാം വിറ്റ് ഇവർക്ക് വിശുദ്ധന്മാരുടെ കാൽക്കൽ വെക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ കൂടിയോ വലിച്ചുകൊണ്ടുപോയി. അതേസമയം IPC മറ്റൊരു ദിശയിലേക്ക് പോയി. തെന്നിന്ത്യ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ദിശയിലേക്ക് പോയി. ചർച്ച് ഓഫ് ഗോഡ് മറ്റൊരു ദിശയിലേക്ക് പോയി. അസംബ്ലീസ് ഓഫ് ഗോഡ് മറ്റൊരു ദിശയിലേക്ക് പോയി. ഇതിന്റെ എല്ലാത്തിന്റെയും സ്ഥാപകരെ സായിപ്പന്മാര് തന്നെയാണ്. പക്ഷെ പിന്നീട് കൈയിട്ട് വരാനുള്ള സൗകര്യവും ഇതിന്റെ ഭരണം പിടിച്ചെടുക്കാനുള്ള ആർത്തിയും ഒക്കെ കൊണ്ടാണ് ഇത് വ്യത്യസ്ത സംഘടനകളായി മാറിയത്. തമിഴ്നാട്ടിലെ കൃപാസനം പോലെയുള്ള ചർച്ചകളുണ്ട്. അവിടെയൊക്കെ കുറച്ചുകൂടി
ഫ്ലെക്സിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ തലപ്പത്ത് വരണമെങ്കിൽ, സംഘടനയുടെ തലപ്പത്തെത്തണമെങ്കിൽ മാത്രം വിവാഹം കഴിക്കാതിരുന്നാൽ മതി. പിന്നെ ആർക്കെങ്കിലും വിവാഹം കഴിക്കാതിരിക്കണമെങ്കിൽ ഇരിക്കാം. ബാക്കി ശുശ്രൂഷകർക്കൊക്കെ വിവാഹം കഴിക്കാനുള്ള അനുവാദം അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇതങ്ങനെയല്ല, ഇത് കെട്ടാനേ പാടില്ല. കെട്ടിയാൽ ഏതാണ്ട് സാധനം നഷ്ടപ്പെടും. എന്നാൽ ഇവരെ കൊണ്ട് ഇന്ന് വരി ഉടച്ച് അതിനൊരു ക്രമീകരണം വെക്കണം. വരി ഉടച്ചവരെ ശുശ്രൂഷകരാക്കും. പിന്നീട് ഇവർ തിരിഞ്ഞു പോകത്തില്ല, പോകാനുള്ള ആംബിയർ കാണില്ല. ഇല്ലെങ്കിൽ ഇതുപോലെ സെമിത്തേരിയിലേക്ക് ചെന്നിരുന്ന് അവരുടെ ഷണ്ണത്വം ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കഥ പോവും. അതുകൊണ്ട് ഷണ്ണന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന അണ്ണന്മാര് നല്ലൊരു ശതമാനവും പറ്റിക്കലാണെന്ന് തിരിച്ചറിയണം. ഇതിന്റെ ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നത്, ഒരുപാട് കാര്യം പറയാനുണ്ട്. അവകളൊന്നും പറയാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം ഉപേക്ഷിക്കും. എനിക്ക് വ്യക്തിപരമായ വിഷയങ്ങൾ പറയാൻ താല്പര്യം കുറവാണ്. എന്നെ ചിന്തിപ്പിച്ചത്, ഒരു സഭയിൽ ഷണ്ണത്വം ഉപേക്ഷിച്ച ആളിനെ ഇവർ എന്ത് കണ്ടിട്ടാണ് ഇവിടുന്ന് നേരെ പൊക്കി മറ്റൊരു ചർച്ചിലെ പാസ്റ്ററാക്കുന്നത്? ഇതുപോലെ തന്നെയാണ് ദുബായിലിരുന്ന ഒരു സെൻട്രൽ പാസ്റ്റർ ഹോമോസെക്സിനെ പിടിച്ച് നേരെ നാട്ടിൽ കൊണ്ടുവന്ന് തൃശ്ശൂർ സെൻട്രൽ പാസ്റ്ററാക്കി കൊടുത്തു. എന്തിനാണ് അങ്ങനെ ആക്കുന്നത്? ഇവരെയൊക്കെ സെന്ററിൽ വിറക് കീറാനോ തുണി അലക്കാനോ കക്കൂസ് കഴുകാനോ എന്തെങ്കിലും പണിക്ക് നിർത്തുക. അല്ലെങ്കിൽ അവർക്ക് കല്യാണം കഴിക്കണമെങ്കിൽ കഴിച്ചിട്ട് വീട്ടിൽ പോകാൻ നിങ്ങളുടെ സംഘടനയിൽ സൗകര്യം ഇല്ലെങ്കിൽ വേറെ പോകാൻ അനുവദിക്കുക. ഇതിനെ നിങ്ങൾ കുളിപ്പിച്ചെടുത്തു എന്നും പറഞ്ഞ് ഷണ്ണത്തം തിരിച്ചു കിട്ടുമോ? നിങ്ങൾ ഈ പറയുന്ന മെൽക്കീസെദെക്കിന്റെ ക്രമത്തിൽ കയറൂ, 144 കയറൂ, ആൺകുട്ടിയിൽ കയറൂ. ഇതൊന്നും കയറത്തില്ലല്ലോ. എന്തിനാണ് ഈ ജനത്തെ കളിപ്പിക്കുന്നത്? മാന്യ സുഹൃത്തുക്കളെ, വിശ്വാസികളെ, നിങ്ങൾ ഇനിയെങ്കിലും വരിയുടയ്ക്കപ്പെട്ടവരാകാതെ കാര്യങ്ങൾ നിഷ്പക്ഷമായി ചിന്തിച്ച് തിരുവെഴുത്തിൻ പ്രകാരം കാര്യങ്ങൾ മനസ്സിലാക്കി വെറും ഒരു സംഘടനയുടെ നിയമങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ വചനപ്രകാരം വിശുദ്ധിയെ തികച്ച് നിത്യരാജ്യത്തിൽ പോകാൻ ശ്രമിക്കൂ. വചനം നിർബന്ധപൂർവം ആവശ്യപ്പെടുന്നത് ക്രിസ്തു ക്രൂശിലേക്ക് പോകുന്നതിന് മുമ്പ് പൗരോഹിത്യ പ്രാർത്ഥന നടത്തുമ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്: പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ ഇവർ ഒന്നാകണം. ഒരിക്കലും ദൈവമക്കൾക്ക് ഒന്നാകാൻ കഴിയില്ലാത്ത നിലയിൽ ദുരുപദേശങ്ങളെ കൊണ്ടുവച്ച് കൂടിയ ആൾക്കാരാണ് നിങ്ങളെന്ന് പറഞ്ഞു പഠിപ്പിച്ച് മറ്റുതരെ രക്ഷിക്കപ്പെട്ട ജനവുമായി കൈകൊടുക്കാൻ പോലും വിസമ്മതിച്ച് നിങ്ങൾ ഏതാണ്ടോ കൂടിയതാണെന്ന് പറഞ്ഞ് നിങ്ങളെ ഇവർ കബളിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ട് പോലുമില്ലെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ വിശുദ്ധ വചനം വെച്ച് ശരിക്കും പഠിക്കണം. ഇവന്മാര് നിഴലും പൊഴലും എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മുഴുവൻ വ്യാജമാണ്. നിങ്ങൾ ചതിക്കപ്പെടരുത്. ഈ വെള്ളക്കുപ്പായവും ഇവരുടെ ഉടായ്പ പ്രസംഗവും കണ്ട് നിങ്ങൾ കബളിപ്പിക്കപ്പെടരുതെന്നാണ് എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്. ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. നിങ്ങൾ സുബോധമുള്ളവരായിരിക്കും. നിങ്ങൾ കഥ തിരിച്ചറിയുവിൻ എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന തിരുവനന്തപുരത്തുള്ള ഈ ഉപദേശത്തെ പൊക്കിവിട്ട സഭക്കാരോടെങ്കിലും എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ അവിടെ വരുന്നതും മറ്റൊരിടത്ത് പരുവക്കേട് വരുത്തിയ ആള് തന്നെയാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ ഇതിൽ സിംഹഭാഗവും ഷണ്ണത്വം നഷ്ടപ്പെട്ട അണ്ണന്മാരാണ് എന്ന വസ്തുത നിങ്ങൾ തിരിച്ചറിയണം. വളരെ ചുരുക്കം വരെ വെളിയിൽ ചാടി പോകുന്നുള്ളൂ. കാരണം വെളിയിൽ ചാടിപ്പോയാൽ ഇത്തിരി പണിയെടുത്താലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ. അകത്താണെങ്കിൽ സുഖമാണ് വഴി. നിങ്ങൾ ഈ ഷണ്ണന്മാരെ തിരിച്ചറിയുക. പ്രധാനമായും ഇവന്മാര് പഠിപ്പിക്കുന്ന ദുരുപദേശം തിരിച്ചറിയുക. നിങ്ങൾ ചതിക്കപ്പെടുകയാണ്. വെറും സാമ്പാറും ഇറച്ചിയും തിന്നുകൊണ്ട് നരകത്തിലേക്ക് നിങ്ങൾ പോകരുത്. ദൈവമക്കളെ, നിങ്ങൾ ചിന്തിക്കുക, പഠിക്കുക, ഗ്രഹിക്കുക, അടിമത്വം ഉപേക്ഷിക്കുക, മാനസാന്തരപ്പെടുക. May God bless each and every one of you.